ഡേറ്റിംഗ് ആപ്സ് ഇപ്പോൾ കുറേ ഉണ്ട്. ഒന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് നമ്മുടെ ലൈഫ് പാർട്ട്ണറെ വരെ കണ്ടുപിടിക്കാം. പക്ഷേ ഈ യൂസ് ചെയ്യുന്നത് നല്ലതാണോ? ഇത് യൂസ് ചെയ്താൽ നമുക്ക് 8ന്റെ പണി കിട്ടുമോ? വെൽക്കം ടു മൈ ചാനൽ. പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറോ തുറന്നാൽ പല പേജിലുള്ള ഡേറ്റിംഗ് ആപ്സ് അവൈലബിൾ ആണ്. ഓരോ ഡേറ്റിംഗ് ആപ്സിൻ്റെയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് പലതാണ്. പക്ഷേ ഇവരെല്ലാം ഫോളോ ചെയ്യുന്ന പാറ്റേൺ ഒന്നാണ്. ഡേറ്റിംഗ് ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഏജ്, ഹൈറ്റ്, നമ്മുടെ ഇൻട്രസ്റ്റ്, പൊളിറ്റിക്കൽ വ്യൂസ്, അങ്ങനെ പല ഡീറ്റെയിൽസും കൊടുക്കണം. പിന്നീട് 5-6 ഫോട്ടോസും അപ്ലോഡ് ചെയ്യണം. അതും കഴിഞ്ഞ് വെരിഫിക്കേഷനും കഴിഞ്ഞാൽ നമുക്ക് സ്വൈപ്പ് ചെയ്ത് നമ്മുടെ പാർട്ട്ണറെ കണ്ടെത്താം. കേൾക്കുമ്പോൾ എന്ത് എളുപ്പം, പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഡേറ്റിംഗ് ആപ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആണുങ്ങളാണ്. 10 ഗേൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ 25 ആണുങ്ങൾ എന്ന രീതിയിലാണ് ഡേറ്റിംഗ് ആപ്സിൽ. ഒരു പെണ്ണിന് 2.5 ആണുങ്ങൾ വെച്ച് എന്ന കണക്കിലാണ് ഡേറ്റിംഗ് ആപ്സിൽ. അതുകൊണ്ട് തന്നെ ഗേൾസിന് മാച്ച് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 5-6 മാസമൊക്കെ എടുത്തായിരിക്കും ഒരു ആവറേജ് ലുക്കിംഗ് ബോയ്ക്ക് ഒരു മാച്ചെങ്കിലും കിട്ടുന്നത്. എന്നാൽ ഗേളിന് ചിലപ്പോൾ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ 1 മണിക്കൂർ തന്നെ കിട്ടും. ഡേറ്റിംഗ് ആപ്സ് ഗേൾസിന് ഫേവറബിൾ ആയിട്ടാണ് ഉള്ളത്. അവർ അങ്ങനെയൊന്നും ഡെവലപ്പ് ചെയ്തതല്ല. എന്നാൽ ഗേൾസിൻ്റെ നമ്പേഴ്സും ഇമോഷൻസും ഇതിൽ വലിയ പങ്കുണ്ട്. ലെറ്റ്സ് സേ ഒരു സ്റ്റാൻഡേർഡ് അട്രാക്റ്റീവ്നെസ് കണ്ടുപിടിക്കുന്ന ഒരു മീറ്റർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഇതൊരു അസംഷൻ മാത്രമാണ്. എനിക്കറിയാം ഒരു വ്യക്തി അട്രാക്റ്റീവ് ആണോ എന്ന് നോക്കാൻ പല മോറൽ ബേസ് ഉണ്ടെന്ന്. പക്ഷേ എക്സാമ്പിളായിട്ട് നമുക്ക് അങ്ങനെ ഒരു മീറ്റർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ജോൺ എന്ന വ്യക്തിക്ക് ആ മീറ്റർ 10ൽ 5 കൊടുത്തെന്ന് വെക്കുക. ജെന്നി എന്ന പെൺകുട്ടിക്കും അട്രാക്റ്റീവ്നെസ് 10ൽ 5 കൊടുത്തെന്ന് വെക്കുക. എന്നാൽ ബോയ്സിൻ്റെ എണ്ണം വളരെ കൂടുതൽ ഉള്ളതുകൊണ്ട് ജെന്നിക്ക് 7 or 8 റേറ്റിംഗ് ഉള്ള ബോയെ വരെ കിട്ടും. ജെന്നിയുടെ പെർസ്പെക്റ്റീവ് നോക്കിയാൽ പുള്ളിക്കാരി ആഗ്രഹിച്ചതിനേക്കാൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോയ്സിനെ കിട്ടുന്നുണ്ട്. എന്നാൽ ജോണിന് ഒരു മാച്ച് പോലും കിട്ടിയിട്ടുണ്ടാവില്ല. അതിനാൽ ജോൺ ഇതിൽ തന്നെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആപ്പ് പൈസ കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ ചെയ്താലും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇനി മാച്ച് കിട്ടിയാൽ തന്നെ 2 or 3 റേറ്റിംഗ്സിലുള്ള ഗേൾസിനെ കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ജോണിനേക്കാളും 2 റേറ്റിംഗ്സ് താഴെയുള്ള ഗേൾസിനെ. ഞാൻ വീണ്ടും പറയുകയാണ്, ഇങ്ങനെയൊരു മീറ്റർ വെറും അസംഷൻ മാത്രമാണ് നമ്മുടെ. ഇനി ഡേറ്റിംഗ് ആപ്പിലൂടെ നമുക്ക് നമ്മുടെ റിയൽ പാർട്ട്ണറെ കണ്ടെത്താൻ പറ്റുമോ നോക്കാം. സാധാരണ ഒരു പയ്യനും പെണ്ണും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലാവുന്നത് എങ്ങനെയാണ്? അവർ നേരിൽ കണ്ടുമുട്ടിയിട്ടാണല്ലേ. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 2 പേർ 1-2 വർഷമായിട്ട് അവർ ഡെയിലി കാണുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഇവർക്ക് തമ്മിൽ നന്നായി അറിയാൻ സാധിക്കും. ക്യാരക്ടർ, ഇഷ്ടം, ദുശീലങ്ങൾ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫ്യൂച്ചർ പ്ലാൻസ്. അതുമാത്രമല്ല, ഇവർ ഡെയിലി നേരിട്ട് കാണുന്നത് കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലെ ലെജിറ്റിമസിയും അറിയാൻ സാധിക്കും. പിന്നെ എല്ലാത്തിനും ഉപരി ഒരു ഫ്രണ്ട്ലി ഫ്രീഡം തമ്മിലുണ്ടാവും. എന്ത് സീക്രറ്റ്സും തമ്മിൽ ഷെയർ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടാവും. പിന്നെ തമ്മിൽ ഇവർ പ്രൊപ്പോസ് ചെയ്താൽ അവരുടെ റിലേഷൻഷിപ്പ് ലോങ് ടൈം ആൻഡ് സക്സസ്ഫുൾ ആവാൻ ഉള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം അവർക്കിടയിൽ നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ട്. ഇനി ഡേറ്റിംഗ് ആപ്പിലേക്ക് വരുവാണെങ്കിൽ 2 പേർ ഡേറ്റിംഗ് ആപ്പിൽ മാച്ചായെന്ന് വെക്കുക. അങ്ങനെ മാച്ചായിട്ട് ഇവർ ഡേറ്റിങ്ങിന് പോയി, തമ്മിൽ ഇഷ്ടപ്പെട്ടു. പിന്നീട് ആദ്യമൊക്കെ അടിപൊളി ഫീലിംഗ് ആയിരിക്കും. എനിക്ക് ഞാൻ വിചാരിച്ച ലൈഫ് പാർട്ട്ണറെ തന്നെ കിട്ടി എന്ന് നല്ല ഫീലായിരിക്കും പിന്നീട് കുറേ നാൾ. പക്ഷെ പതുക്കെ ഇവർ റിയാലിറ്റി തിരിച്ചറിയും. ഇവരുടെ ഇടയിൽ കണ്ടുമുട്ടുമ്പോൾ തൊട്ടൊരു അൺസർട്ടനിറ്റി ഉണ്ട്. ആ അൺസർട്ടനിറ്റി ബിൽഡ് ചെയ്ത് ബ്രേക്കപ്പിലേക്ക് പോകാൻ വരെ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഫൗണ്ടേഷൻ ഇവരുടെ ഇടയിലില്ല. പിന്നെ കൂടിപ്പോയാൽ ജസ്റ്റ് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പായി മാത്രം മാറും ഇത്. അതിനാൽ ഡേറ്റിംഗ് ആപ്പിലൂടെയുള്ള മെജോറിറ്റി റിലേഷൻഷിപ്സും ഒരു ഷോർട്ട് ടൈം റിലേഷൻഷിപ്സാണ്. എനിക്കറിയാം ഡേറ്റിംഗ് ആപ്പിലൂടെ കണ്ടുമുട്ടിയിട്ട് ലോങ് ടൈം ആൻഡ് സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത ആളുകളെ. പക്ഷേ അത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ്. മെജോറിറ്റി കേസസിലും ഇത് ഫെയിൽ ആവുക ചെയ്യുന്നത്. സത്യത്തിൽ ഡേറ്റിംഗ് ആപ്സ് എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഹുക്കപ്പ് ആപ്പ് എന്നായിരിക്കും. ഇതെൻ്റെ മാത്രം പെർസ്പെക്റ്റീവാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, തിരുത്തുക. പിന്നെ ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ചെറിയ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു കഥ ഞാൻ പറയാം. UK-യിൽ ടിൻഡർ എന്ന ഡേറ്റിംഗ് ആപ്പിലൂടെ ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് ഒരു പെണ്ണുമായിട്ട് മാച്ചായി. എന്നിട്ട് ഇവർ പബ്ബിൽ പോയി മദ്യപിച്ച് ആഘോഷിച്ച് പിന്നീട് റൂമിൽ വന്ന് സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്തു. പിറ്റേ ദിവസം ഇവനെ വീട്ടിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പെണ്ണ് കേസ് കൊടുത്തു. കേസിലുള്ളത് മാച്ചായതും സെക്സ് ചെയ്തതും എല്ലാം ആ പെണ്ണിൻ്റെ പെർമിഷനോടെ ആയിരുന്നു. എന്നാൽ ആ പെണ്ണ് സെക്സിൻ്റെ ഇടയ്ക്ക് സെക്സ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ സ്റ്റോപ്പ് ചെയ്തില്ല. ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് കേസ് കൊടുത്തത്. ഇപ്പോൾ ഡീപ്പോർട്ടേഷൻ്റെ ഒരു വക്കീലാണ് അവൻ. ഞാൻ ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്യേണ്ട എന്നല്ല പറയുന്നത്, എന്നാൽ സൂക്ഷിക്കണം. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ നമുക്ക് പല വഴികളുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുക. പിന്നെ നമ്മൾ ആ പാർട്ട്ണറുമായിട്ടൊരു ബോണ്ട് ബിൽഡ് ചെയ്യുക, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, തമ്മിലൊരു വിശ്വാസം ബിൽഡ് ചെയ്യുക, തമ്മിൽ ഫ്രീഡം ഉണ്ടാക്കുക. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്താൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തുക. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു അഗൈൻ.